ഹലോ, ഷോപ്പിഫൈയുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നോക്കുന്നത് നമ്മൾ ഒരു വെബ്സൈറ്റിൽ നമ്മൾ ഓൾറെഡി ഒരു പേജോ ഒരു കളക്ഷൻ പേജോ ഇങ്ങനെയൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. എന്നാൽ ഇത് നമ്മൾ കുറേ ദിവസം കഴിയുമ്പോൾ ഇത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ കോഡിൻ്റെ അകത്ത് ഇത് കിടക്കുവാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് നമ്മളെ വെബ്സൈറ്റിൻ്റെ സ്പീഡ് കുറച്ചും കൂടിയൊക്കെ ഒന്ന് കൂട്ടാൻ. ഫോർ എക്സാമ്പിൾ ഞാനൊരു പ്രോഡക്റ്റ് പേജ് ഒരു സാമ്പിൾ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തു. പക്ഷെ ഞാനിത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നില്ല. അതായത് നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. ഇത് പ്രോഡക്റ്റിൻ്റെ അകത്ത് സാമ്പിൾ 1, സാമ്പിൾ 2 അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത കുറേ പേജ് കിടക്കുന്നു. ഇതുപോലെ തന്നെ കളക്ഷൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. കളക്ഷൻ്റെ അകത്ത് നമ്മൾ 1, 2 ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തു. ബട്ട് ഇതൊന്നും യൂസ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ ഇത് നമുക്ക് പിന്നീട് ഇതൊന്ന് എങ്ങനെ റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ തന്നെ ഇവിടെ നിന്ന് മാറ്റാം, ഇത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എഡിറ്റ് കോഡിൽ വരുവാണ്. ഇത് ലാസ്റ്റ് ഓപ്പൺ ആക്കിയ പേജാണ്. ഇത് ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് ടെംപ്ലേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ടെംപ്ലേറ്റിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് പേരാണ് ഇട്ടത് ആ കളക്ഷൻ്റെ പേരിൽ കാണാൻ കഴിയും. ഇപ്പോൾ പ്രോഡക്റ്റിന് ഒരു പേരിട്ടിട്ടുണ്ടെങ്കിൽ ആ പേരും വരും, പ്രോഡക്റ്റ് സാമ്പിൾ. അത് നമ്മൾ ഡിലീറ്റ് പെർമനൻറ്റ് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് കുറച്ചും കൂടി ക്ലീനപ്പ് ആവും. ഇനി ഞാനിത് നമ്മളെ പഴയ വെബ്സൈറ്റിനോട്ടോട്ട് വരുവാണ്. എഡിറ്റ് തീമിൽ വരുന്നു. ഇപ്പോൾ ചെക്ക് ചെയ്യുവാണ്, അതായത് നമ്മളിപ്പോൾ ഡിലീറ്റ് ചെയ്ത പേജ് ഇതിൻ്റെ അകത്ത് ഉണ്ടോ എന്ന്. സോ ഞാൻ ഒരെണ്ണമാണ് ഡിലീറ്റ് ചെയ്തത്, ആ ഒരെണ്ണം ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ കളക്ഷൻ്റെ അകത്ത് നോക്കുവാണ്, അത് ഓൾറെഡി ഇവിടെ നിന്ന് പോയി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓൾറെഡി ചെയ്ത ഒരു പേജ് ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് ഇരുന്ന് കളയുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.